ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ മനുഷ്യർക്കിടയിലും സൗഹൃദമുണ്ടാക്കുക എന്ന കാര്യത്തിൽ അവരുടെ ചരിത്രം അതിൻ്റെ ഏറ്റവും മികവിലേക്ക് ഉയർത്തി അവരുടെ പിൻതലമുറയും ഈ പൊപ്പട്ടിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘാടക സമിതിയുടെ ഡോക്ടർ ഐ അവദാസൻ നമ്പൂതിരിക്ക് ഈ ഭൂമി ഇവിടുത്തെ സർവവും ഏറ്റവും വിശ്വനായ ഒരാൾക്ക് പോലും സമാവകാശമുള്ളതാണ് എന്ന തിരിച്ചറിവ് ഒരാളെ വിശ്വമാനവനാക്കുന്നു. ജീവിതത്തിന്റെ അദ്വൈതമറിഞ്ഞ ഒരു ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെടാവിളക്കിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ ഒരിത്തിരി കൊന്നപ്പോവും വരുന്ന നവംബർ എനിക്ക് 97 ആകും. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് നാം ഇന്ന് ആദരിക്കുന്ന ശ്രീ ഇടൂഴി ഭവദാസൻ നമ്പൂതിരി. ഞാൻ കേരളത്തിലെ പ്രശസ്തരായ എത്രയോ വൈദ്യന്മാരുമായി അടുത്തിടപഴകുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുവനാണ്. അവരിൽ നിന്നൊക്കെ ആയുർവേദത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഫലമാണ്. എൻ്റെ അനുഭവവും അവിടെ വരുന്ന മറ്റുള്ളവരുടെ അനുഭവവും രണ്ടും പറഞ്ഞാൽ തീരാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊന്നും വിസ്തരിക്കുവാൻ സത്യത്തിൽ ഇവിടെ സ്ഥലമില്ല. ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ആരോഗ്യ നികേതനം എന്ന പേരിലുള്ള ഒരു ബംഗാളി നോവലിനെ കുറിച്ച് പറയുകയുണ്ടായി. അച്ഛനെയും കൂട്ടി എന്നെ കാണാൻ വരാറുണ്ട്. ആയുർവേദത്തിന് ഒരു പുനരുജ്ജീവനം നൽകിയത് കോട്ടക്കൽ വൈദ്യശാലയുടെ സ്ഥാപകനാണ്. മഹാപുരുഷൻ. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല ആയുർവേദത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുമില്ല. അദ്ദേഹം ജീവകാലം മുഴുവൻ അറിയപ്പെട്ടത് വൈദ്യനായിട്ടാണ്. പക്ഷേ പിൽക്കാല തലമുറകൾ ഡോക്ടർ എന്ന വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്. 1947 ആഗസ്റ്റ് 15
വൈദേശികാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറയും. പക്ഷേ മാനസികമായി നാം ഇപ്പോഴും അടിമകളാണ് എന്നതൊരു സത്യമാണ്. അതാണ് കാണിക്കുന്നത് ഇത്. ജീവൻ മാഷായി വൈദ്യരായിരുന്നു, ഡോക്ടറായിരുന്നില്ല. ഞാൻ ഈ ഭാഗം കൂടുതൽ പറയുന്നില്ല. ഇടൂഴി ഭവദാസൻ നമ്പൂതിരിയുമായുള്ള പരിചയത്തെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ ഭാഷണം അവസാനിപ്പിക്കാം. ഞാനിവിടെ എത്രയോ കർക്കിടകങ്ങളിൽ സ്ഥിരമായി വന്ന് ചികിത്സ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. കായികം മാത്രമല്ല, മാനസികവും ആയിട്ടുള്ള സുഖം ലഭിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ മരുമക്കൾ ഒരാൾ അമേരിക്കയിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അവൻ ജോലിയെല്ലാം മതിയാക്കി സ്വസ്ഥമായി അമേരിക്കയിലെ പ്രസിദ്ധമായ ലാസ് വെഗാസിൽ കഴിയുകയാണ്. അവനും കൊല്ലത്തിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2-3 ആഴ്ച ചെലവിട്ടിട്ടാണ് അവനും ഭാര്യയും അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത്. മറ്റൊരു മരുമകളുടെ മകൻ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് ഇവന് ഓട്ടിസം ഉണ്ട് എന്ന്. അവൾ മകനെയും കൊണ്ട് അമേരിക്കയിലെ പ്രശസ്തമായ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സമീപം ഒക്കെയും പോയി. ഇപ്പോൾ ഏതാനും കൊല്ലങ്ങളായി സ്ഥിരമായി ഇവിടെ വന്ന് 1 മാസത്തോളം ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ ശ്രീ ധന്വന്തരി മൂർത്തി മെനഞ്ഞെടുത്ത ശില്പം ഇനിയും ഒട്ടനവധി സംഭാവനകൾ വൈദ്യലോകത്തിന് നൽകുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ. ഈ നാടിൻ്റെ സ്നേഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിടാവിളക്ക് ഇതാ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇതൊരോർമ്മയാണ്, സ്നേഹമാണ്, സന്തോഷമാണ്, വാത്സല്യമാണ്. നന്ദി ശ്രീ ടി.പി. പത്മനാഭൻ സാർ. നേരോടങ്ങനെ ചെയ്തിടുന്ന ഭവദാസൻ മറ്റൊരാകാരഹോ. ഈ പ്രശസ്തി പത്രം നമ്മുടെ ആരാധ്യനായ കവി, സംഗീതജ്ഞൻ, ഗാനരചയിതാവ് ഒക്കെ ആയി നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തനായ കൈതപ്പുറം ആണ്. കൈതപ്പുറത്തിന് ഇത് ഭവദാസൻ നമ്പൂതിരിക്ക് സമർപ്പിക്കാൻ നമുക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. എൻ്റെ വക ഇരൂഴി വൈദ്യ
ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിക്ക് സ്നേഹം. ആദര സമ്മേളനത്തിൽ അടുത്തത് വൈദ്യകം ജീവചരിത്ര പ്രകാശനം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട കൈതപ്പുറം സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വൈദ്യകം ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. മലയാളത്തിന്റെ പ്രിയങ്കരനാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ശ്രീ കെ മാരാട്ട് സമർപ്പിക്കുന്നു. വേദിയുടെ ഏറ്റവും പ്രിയങ്കരായ എല്ലാവർക്കും പള്ളി കൊള്ളും കണ്ണുനീ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു പാട്ടുപാടാൻ ഈണമില്ല പെയ്തു തോരാൻ കണ്ണീരില്ല മാമഴയായി നീയുണര മമയിലായി ഞാനീരിപ്പു. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. എൻ്റെ ജീവിതം തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഒരു അല്പം ശാന്തി. അങ്ങനെ ഒരുപാട് ശാന്തികൾ ചേർന്നിട്ടാണ് ഈ ഒരു ശാന്തിക്കാരനുണ്ടായത്. ആ സമർപ്പണം മാഷ്ക്ക് വേണ്ടി ഞാൻ ഈ 2 വാക്കുകളോട് നിർത്തുന്നു. നമസ്കാരം. When we celebrate our patrons Vaidya Purnima or Shradabhishekam, please bless us. We humbly call upon you, sir. I can speak in Malayalam little bit, that I will do it later. However, it is really an honor to be standing here, and I feel that the way Indian Armed Forces or the Army joins the country, the same way the doctors oblique the Ayurveda also does the same in uniting the country. Why I say so? Because I see here all stages of people. There are young children over here. There are different types of people who are here. Let me take my example. I am from Jammu and Kashmir, but today I am participating in this function which is held at Kerala and addressing you all people. So I will make a small endeavor in honor of Dr. I. Bhavadasan in Malayalam. So just hear me out and bear me out. Chadanginu Eti Chirna Vediyelum Sadathilum Arikunna Maruvan Vishishta Vyaktigalkum Ande Sneha Namaskaram. Etui Vedya Dr. Bhavadasan Nambudriyude സദാ വിഷേകത്തിൽ പങ്കുവെക്കുക സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷം അറിയിക്കുന്നു. പരവീർ സിംഗ് നാഗരയെ പൊന്നാടി ഗണിച്ച് ആദരിക്കുന്നു. പ്രിയങ്കരനായ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവർക്ക്. മയ്യിൽ നിന്ന് തലശ്ശേരി നഗരത്തിലെത്തി അവിടെ വൈദ്യശാല സ്ഥാപിച്ചു.
ഭാഗമായതിനാൽ. കേരളത്തിൻ്റെ പ്രമുഖ ആയുർവേദ ഗുരു സംഗമം ഒരായിരം സന്തോഷം അപ്പോൾ നമ്മുടെ വളരെ സന്തോഷം അദ്ദേഹത്തിന് for the Ayurveda. He is master especially in the ophthalmology of Ayurveda. ഇടുവഴിയിലും വൈൽ CRCയുടെ സ്ഥലം സംഭാവന ചെയ്തുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. ഒരു നാടിൻ്റെ സാംസ്കാരികോത്സവമാക്കി മാറ്റിയതിന് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ്മ ഈ ചേർത്ത് പിടിക്കുന്ന വൈദ്യ പൂർണ്ണതയോടെ സാറോടുള്ള നന്ദി പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു.
കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ കെ ശശീന്ദ്രൻ അവർക്ക് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു. നല്ലൊരു കയ്യടികളോട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കാം. ഈ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ പ്രതിപാദിച്ചതുകൊണ്ട് നിറസാന്നിധ്യമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി അവർക്ക് 1000 സ്നേഹം സന്തോഷം രേഖപ്പെടുത്തുന്നു. തന്റെ കർമ്മപഥത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ. നടന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇന്ന് വളരെ വിജയകരമായി നടത്തിയ രാവിലെ നടത്തിയ ഹെൽത്ത് ഫോർ റൺ ഇതിന്റെ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ നിർമ്മാണ മേഖലയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ കായികമായിട്ടുള്ള എന്നെ സംബന്ധിച്ചോളം പറയുന്നത് കായിക മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്നത് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ മയിലൊക്കെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തെ ചെന്ന് കണ്ട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് എല്ലാ പിന്തുണയും അതിനു വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുക നമ്മളെ കൂടെ തന്നെ അതിലൊരാളായിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഫണ്ട് കളക്ഷനും അല്ലെങ്കിൽ എല്ലാറ്റിനും വന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ജാഗ്രതയാണ് നമുക്ക് പലപ്പോഴും ഇന്ന് ഈ ഇത്തരം വേദികളിലും അല്ലെങ്കിൽ ഇത്തരം സ്ഥലത്തൊക്കെ വന്നു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാര്യം രാവിലെ മുതലേ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ വേദിയിൽ പല കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ എല്ലാം നാട്ടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഈ പരിപാടിയുടെ പരിപാടിയെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതിൻ്റെ ഈ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ പ്രോഗ്രാമിനെ വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാധാകൃഷ്ണൻ മാണിക്കോസ് സാറാണ്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും അതുപോലെ തന്നെ നമ്മുടെ മയിൽക്കാരുടെ ഒക്കെ അഭിമാനമായിട്ടുള്ള ശ്രീ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്ന രാധാകൃഷ്ണൻ മാണിക്കോസ് സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.
ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ സാംസ്കാരിക സായനവും കലാസന്ധ്യയും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് കേരളത്തിലെ പ്രശസ്ത വാദ്യ കലാകാരനായിട്ടുള്ള പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവർകളാണ്. ക്ഷേത്രകലയെ ജനകീയ കലയാക്കി മാറ്റിയ മഹത് വ്യക്തിത്വത്തിനുടമയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി വാദ്യാർ. വാദ്യകലയിൽ മികവിന്റെ അംഗീകാരമായ 2009 ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം, കൂടാതെ കേന്ദ്ര സംഗീത അക്കാദമി, കേരള സംഗീത അക്കാദമി, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തൃശ്ശൂർ പൂരത്തിന്റെ 8 വർഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ മേള പ്രമാണക്കാരനാണ്. നിലവിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയി പ്രവർത്തിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. മാണിക്കോത്ത് രാധാകൃഷ്ണൻ മാണിക്കോത്ത് എന്ന ബാബു മാഷ്, ഞങ്ങൾക്ക് ബാബു മാഷാണ്. ഭക്ഷണം മുതൽ അതിനുശേഷം ഇതുവരെ നടത്തിയ സെമിനാർ ഉൾപ്പെടെ 70ാമത്തെ പിറന്നാൾ കഴിഞ്ഞു എൻ്റെത് എന്നാരോ പറഞ്ഞാൽ കേട്ടു. മാനസികമായിട്ട് 28 തന്നെയേ ഉള്ളൂ. 10-20 വർഷം അവിടെ ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ജോലി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മട്ടന്നൂർ വന്ന് പോകും എന്നുള്ളതൊരു വലിയ സന്തോഷം. കലാവിഷയം തുടങ്ങണം എന്ന് പറഞ്ഞ് കേട്ട് പരിഭ്രമിക്കരുത് എന്ന് ആദ്യമായിട്ട് അപേക്ഷയുണ്ട്. ഞങ്ങൾക്ക് കൂടി മനസ്സിലാക്കാനുള്ളൊരു വേദി കൂടി അദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ്റെ ദിവസം ഉണ്ടാക്കണം. വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ പരിപാടിയുടെ കൂടെ നിന്നതിന് കൂട്ടായതിന് ഡോക്ടർ പി രാമനാഥൻ അവർക്ക് നൽകുന്നു. സ്നേഹം സന്തോഷം കൂട്ടായതിന് കൂടെ നിന്നതിന് വൈദ്യ പൂർണ്ണമയുടെ 1000 നന്ദി. ഇന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ലഹരിയൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ലഹരിയുടെ വളരെ ഭംഗിയായിട്ടൊരു ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹമാണെന്ന് ഏറ്റവും കുറവുള്ളത്. ഞാനിവിടെ കാണുന്നത് സ്നേഹം മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. മറ്റുള്ള പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഇന്നിവിടെ കാണുമ്പോൾ എന്നെല്ലാം സന്തോഷത്തോടു കൂടി ഈ വൈകിയ വേളയിൽ പോലും ഇത്ര ആൾക്കാർ സ്റ്റേജിലിരിക്കുന്നത് തന്നെ ഒരു ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ഇല്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് ഈ ചാതുർവർണ്ണ്യം ഒരു പ്രശ്നമായിരുന്നു എന്ന് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചപ്പോൾ വൈദ്യൻ്റെ മക്കൾ വൈദ്യനും കുട്ടന്നൂരുടെ മക്കൾ കൊട്ടുകാരനും എല്ലാം ആയപ്പോൾ അതല്ലേ ചാതുർവർണ്ണ്യം എന്ന് ചിന്തിക്കുക പോയി. നമ്മൾ തെറ്റായിട്ടത് മാറ്റിപ്പോയതല്ലേ സത്യത്തിൽ. അപ്പോൾ എൻ്റെ മക്കളെല്ലാം ആയുർവേദക്കാരാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൈലിന്റെ സെക്രട്ടറി ശ്രീ രാജീവൻ മാണിക്കോത്ത് ഒരു സ്നേഹോപഹാരം നൽകുന്നു. വൈദ്യ പൂർണ്ണിമയുടെ സ്നേഹം രേഖപ്പെടുത്തട്ടെ.
ശ്രീ ശങ്കരൻകുട്ടി മാരാർ, അതുപോലെ ഇന്നീ ചടങ്ങിൻ്റെ നമ്പൂതിരി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, വേദിയെ ധന്യമാക്കിയ പവർ ക്രിക്കറ്റ് ക്ലബ് 1000 സന്തോഷം ഇനിയും പുതിയ തലമുറയെ കളിയിലേക്ക് കൊണ്ടുവരാനും നിരവധി ട്രോഫികൾ നേടുവാനും പവർ ക്രിക്കറ്റ് ക്ലബിന് സാധിക്കട്ടെ. മനോഹരമായ പോരാട്ടം കാഴ്ചവെച്ച ടീം പ്ലെയറായിരുന്നു അഷ്റഫ് കണ്ണൂർ. ചെറിയ റൺസിനാണ് തോറ്റുപോയതെങ്കിലും മനോഹരമായ ഒരു മത്സരമായിരുന്നു. മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പവർ ക്രിക്കറ്റ് ക്ലബ് മയിലിനെ വിജയിപ്പിച്ച വൈഷ്ണവ് സുരേഷ്, പവർ ക്രിക്കറ്റ് ക്ലബ് മയിൽ. ആ ചെണ്ടമേളത്തോടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തത്. ഗംഭീരമായിട്ട് മേളവാദ്യം തീർത്ത പത്മശ്രീ ശങ്കരൻകുട്ടി മാരാർ ആ കലാകാരന്മാരെ നെഞ്ചോട് ചേർക്കുകയാണ്, അവരെ ആദരിക്കുകയാണ്. അനുഗ്രഹം നൽകുന്ന പ്രിയ കലാകാരൻ കൂടിയാണ് ശ്രീ മനോജ് കമ്പിൽ. 1000 സ്നേഹം. ഒരുപാട് വിദ്യാർത്ഥികളെ സൗജന്യമായി ചെണ്ട പരിശീലിപ്പിക്കുന്ന അധ്യാപകൻ കൂടിയാണ്. നിറഞ്ഞ മനസ്സിന് നല്ലൊരു കയ്യടി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. ഇനിയും നിരവധി വേദികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. സ്നേഹം, സന്തോഷം. ഷിജു പണിക്കർ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന പ്രിയ കലാകാരൻ, മേളവും ഒക്കെ അവതരിപ്പിക്കുന്ന പ്രിയ കലാകാരൻ, തന്റെ ചെറിയ വയസ്സിൽ തന്നെ പണിക്കർ സ്ഥാനം ലഭിച്ച കലാകാരൻ കൂടിയാണ്. നല്ലൊരു കയ്യടി ആത്മാർത്ഥമായി അദ്ദേഹത്തിന് നമുക്ക് നൽകാം. തന്റെ സ്ഥാനം ഉറപ്പിച്ച കനകേഷ് നണിയൂർ മയിലിന്റെ സ്വന്തം കലാകാരനാണ്. നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് നൽകാം. 1000. ഇനിയും ഒരൊട്ടനവധി വേദികൾ താങ്കൾക്ക് ലഭിക്കട്ടെ. ചണ്ടമേളവും തെയ്യ കെട്ടിയാടിയ പ്രിയ കലാകാരൻ 1000 സ്നേഹം ഹരിദാസൻ തെക്കുംപാട്. ഇനിയും നിരവധി വേദികൾ അങ്ങേക്കുള്ളതാണ്. 1000 സന്തോഷം രേഖപ്പെടുത്തുന്നു. മേളത്തിന്റെ നിരവധി വർഷങ്ങളായി തെയ്യം കലാകാരനായും ചണ്ടവാദ്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന കലാകാരനാണ്. 1000 സ്നേഹവും സന്തോഷവും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അവർകൾ വേദിയിൽ അവതാരം മൃദസിന്റെ കലാകാരന്മാർക്ക് ഏറെ കഠിനകരമായ ചോദ്യങ്ങളാണ് ക്വിസ് മാസ്റ്റർ ചോദിച്ചതെങ്കിലും 12 ചോദ്യങ്ങൾക്ക് അദ്ദേഹം ശരിയുത്തരം നൽകി 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. അഭിനവ് മനോജ് 1000 സ്നേഹം വൈദ്യപൂർ. ശതം ജീവ എന്നുള്ളൊരു മന്ത്രം ഇവിടെ വളരെ ഉറക്കെ ഉച്ചസ്ഥൈര്യം പാടും. ഓം അഗ്നിനയ സുപഥാരായേ. ഓം അഗ്നിനയ സുപഥാരായേ സൗഭാഗ്യമസ്യൈ ദത്വായാതാ. ഓം പശ്യേമ ശരദഃ ശതം.
ഓം ജീവേമ ശരദശതം. ഓം ശതം ജീവ ശതം ജീവ ശതം ജീവ ശരദശതം. ശതം ജീവ ശതം ജീവ ശരദശതം. ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മറ്റ് ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ച ആശംസാ ഭാഷണം നടത്തിയ മറ്റ് വ്യക്തികളെ, ഒരു ആശയം ഇങ്ങനെയൊരു ശതാഭിഷേകം ഇങ്ങനെയൊരു സാഹസംഘം വിളിക്കുകയും അതിലൂടെ ഒരു സ്വാഗത കമ്മിറ്റി പിന്നീട് ഒന്നും ഞങ്ങൾ അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത. സർവാനന്ദമയേ മംഗളമയ സകല ലോക ഭവരോഗ ഹര വൈഭവേ ഭവരോഗ ഹര വൈഭവേ പരമ കല്യാണ ഗുണനികരേ ഭവരോഗ ഹര വൈഭവേ പരമ കല്യാണ ഗുണനികരേ നവരസാലങ്കാര കാമ്യനാടക വർണ്ണിതേ ശോഭക